ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മസാല ബ്രെഡാണ്. നമുക്ക് ദോശയും ഇഡ്ഡലിയും ഒക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് രാവിലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മസാല ബ്രെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ തന്നെ അരിപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എള്ളാണ്. ഞാൻ 1 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കറുത്ത എള്ളോ അല്ലെങ്കിൽ വെള്ള എള്ളോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാൻ മീഡിയം സൈസിലുള്ള ഒരു സവാളയുടെ പകുതി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയും മല്ലിയിലയും ആണ്. ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മസാല കൂട്ടൊന്ന് ലൂസായി പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മളിതിലേക്ക് അരിപ്പൊടിയും കടലമാവും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് ഈ ഒരു പരുവത്തിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇത് ബ്രെഡിന് മുകളിലായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഏത് ബ്രെഡ് വേണോ നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ബ്രെഡിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയൊന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു സൈഡ് ആദ്യം മസാലയൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സൈഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് അടുത്ത രണ്ടാമത്തെ സൈഡിൽ മസാല ഒന്ന് പുരട്ടി കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിരിക്കും. അതിനായിട്ട് ഞാനൊരു ദോശക്കല്ലൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു സൈഡ് നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് മസാലയൊന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് ഒരല്പം എണ്ണ കൂടി ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നവരേക്കും ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് ദോശക്കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദോശയും ഇഡ്ഡലിയും ഒക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.